പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഈ തിരുവചനത്തിലൂടെ യേശു നമ്മോട് അരുളി ചെയ്യുന്നത് 4 പ്രധാന കാര്യങ്ങളാണ്. 1, 24-ാം വാക്യത്തിൽ യേശു പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതായത് ക്രിസ്തു ശിഷ്യർ സ്വയപരിത്യാഗത്തിൻ്റെ പാതയിലൂടെ സഹനങ്ങളെ രക്ഷാകരമാക്കി മുന്നേറണം. അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളെയും സഹനങ്ങളെയും ആവലാതിയും പിറുപിറുപ്പും കൂടാതെ സന്തോഷത്തോടെ സ്വീകരിച്ച് നല്ല നിയോഗങ്ങളോടെ സമർപ്പിച്ച് നമുക്കും മറ്റനേകർക്കും അനുഗ്രഹമാക്കി മാറ്റണം. നമ്മുടെ നാഥനും ഗുരുവുമായ മിശിഹ കർത്താവ് നമുക്ക് കാണിച്ചു തന്നത് കുരിശിലൂടെ മഹത്വം കൈവരിക്കാനുള്ള മാർഗമാണ്. കുരിശില്ലാതെ കിരീടമില്ല. രണ്ടാമത്തെ പ്രധാന ധ്യാനചിന്ത 25-ാം വാക്യത്തിൽ യേശു പറയുന്നു, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. 3, 26-ാം വാക്യത്തിൽ യേശു ചോദിക്കുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? അതായത് ആത്മരക്ഷയാണ് സർവപ്രധാനമായ കാര്യമെന്ന് യേശു പറയുന്നു. അതിനാൽ നാം ഓരോരുത്തരും സ്വന്തം ആത്മരക്ഷയ്ക്കും മറ്റനേകരുടെ ആത്മരക്ഷയ്ക്കും വേണ്ടി പരിശ്രമിക്കണം. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള തീഷ്ണതയാൽ ജ്വലിക്കണം നാം. 4-മതായി 27-ാം വാക്യത്തിൽ യേശു പറയുന്നു, മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്തു വരുമ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. അതായത് സ്വയപരിത്യാഗത്തിൻ്റെ പാതയിലൂടെ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് രക്ഷാകരമാക്കി മുന്നേറുന്നവർക്ക്, യേശുവിനെയും അവിടുത്തെ സുവിശേഷത്തെയും പ്രതി സ്വജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാകുന്നവർക്ക്, ആത്മാക്കളുടെ രക്ഷ ലക്ഷ്യമാക്കി ജീവിക്കുന്നവർക്ക് അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തിൽ പ്രതിഫലം നൽകുമെന്ന് അവിടുന്ന് ഉറപ്പു നൽകുകയാണ്. 28-ാം വാക്യത്തിൽ യേശു പറയുന്നു, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിനു മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് വാച്യാർത്ഥത്തിൽ എടുക്കരുത്. 27-ാം വാക്യത്തിന് ഉറപ്പ് നൽകുകയാണ് 28-ാം വാക്യം. അതായത് അവിടുത്തെ പുനരാഗമനം സുനിശ്ചിതമാണെന്ന് പറയുകയാണ് ഈശോ. അവിടുത്തെ പുനരാഗമനത്തിൻ്റെ ഒരു മുൻ രൂപം, ഒരു പ്രീവ്യൂ ഉടനെ തന്നെ നൽകുന്നുണ്ട്. അതായത് യേശുവിൻ്റെ രൂപാന്തരീകരണം ദർശിച്ച 3 ശിഷ്യന്മാർക്ക്. മത്തായി എഴുതിയ സുവിശേഷം 17, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്ക് തൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തെക്കുറിച്ച് പത്മോസ് ദ്വീപിൽ വെച്ച് കൂടുതൽ വ്യക്തമായ ഒരു പ്രീവ്യൂ, ഒരു ദർശനം യേശു നൽകുന്നുണ്ട്. വെളിപാട് പുസ്തകം 1, 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ലേഖന ഭാഗം 1 കൊരിന്ത്യോസ് 6-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നൽകുന്ന 3 പ്രധാന സന്ദേശങ്ങൾ കൂടെ നമുക്ക് ചിന്താ വിഷയമാക്കാം. 1, ഭക്ഷണമോ ജഡിക സുഖങ്ങളോ നമ്മെ അടിമപ്പെടുത്താൻ അനുവദിക്കരുത്. നമ്മുടെ ശരീരം ദുർവൃത്തിക്കു വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. 2, ക്രിസ്തുവിൻ്റെ അവയവങ്ങളും നമ്മിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമാണ് നമ്മുടെ ശരീരങ്ങൾ. അത് വേശ്യാവൃത്തിക്കു വേണ്ടിയുള്ളതല്ല. വ്യഭിചാരത്തിൽ നിന്ന് നാം ഓടിയകലണം. 3,
കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരും. നാം നമ്മുടെ സ്വന്തമല്ല, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. അതിനാൽ നമ്മുടെ ശരീരത്തിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രിയമുള്ളവരെ, നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ തിരുസന്നിധിയിലിരുന്ന് അല്പസമയം ഈ തിരുവചന സന്ദേശങ്ങൾ ധ്യാനിക്കാം. ആദ്യം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വെളിപ്പെടുത്തുന്ന നമ്മുടെ ദിവ്യ ഗുരുവായ യേശുവിനെയും യേശുവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിലൂടെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ ഉപരിമഹത്വവും ദർശിക്കാനുള്ള ആഗ്രഹത്തോടെ ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. രണ്ടാമതായി, യേശുവിൻ്റെ പ്രബോധനങ്ങളെയും അവയിലൂടെ നൽകുന്ന ജീവിത ദർശനവും നമുക്ക് ധ്യാനിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മഹത്വം ദർശിക്കണമെന്നും സ്വയപരിത്യാഗത്തിൻ്റെ പാതയിലൂടെ സഹനങ്ങളെ രക്ഷാകരമാക്കി അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളെയും സഹനങ്ങളെയും ആവലാതിയും പിറുപിറുപ്പും കൂടാതെ സന്തോഷത്തോടെ സ്വീകരിച്ച് നല്ല നിയോഗങ്ങളോടെ സമർപ്പിച്ച് ഞങ്ങൾക്കും മറ്റനേകർക്കും അനുഗ്രഹമാക്കി മാറ്റണമെന്നും അങ്ങ് ആഗ്രഹിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. ദിവ്യകാരുണ്യനാഥ, അതിനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ജീവൻ ത്യജിച്ചു പോലും അങ്ങയെ സാക്ഷ്യപ്പെടുത്തുവാനും ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയും സ്വന്തം ആത്മരക്ഷയ്ക്കു വേണ്ടിയും തീഷ്ണതയോടെ പരിശ്രമിക്കാനുമുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും അങ്ങ് ചൂണ്ടിക്കാണിച്ചു തന്നുവല്ലോ. കർത്താവേ, ഈ ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കാൻ ആത്മാഭിഷേകം പകർന്ന് ഞങ്ങളെ സഹായിച്ചനുഗ്രഹിക്കണമേ. വിശുദ്ധ പൗലോസ്ലീഹ ഞങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ജഡിക സുഖങ്ങൾക്ക് അടിമപ്പെടാതെ ഞങ്ങളുടെ ശരീരങ്ങൾ ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, ക്രിസ്തുവിൻ്റെ അവയവങ്ങളും ഞങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമാണെന്ന ബോധ്യത്തോടെ വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലാനും കർത്താവുമായി സംയോജിച്ച് ഏകാത്മാവായി തീർന്ന് ഞങ്ങളുടെ സ്വന്തമല്ല, ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന ബോധ്യത്തോടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനും ഞങ്ങളെ സഹായിക്കണമേ. ഓരോ കാര്യവും എടുത്തു പറഞ്ഞ് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച് അങ്ങിൽ നിന്നുള്ള ശക്തിയും ചൈതന്യവും നമുക്കും ലോകത്തിനു മുഴുവനും ലഭിക്കാൻ ആഗ്രഹിച്ച് മൗനത്തിൻ്റെയും ഏകാഗ്രതയുടെയും ഹൃദയ നിശബ്ദതയിൽ തൃപാദത്തിലിരുന്ന് ധ്യാനിക്കുക. ധ്യാന സമയം കഴിഞ്ഞാലും ഏതു ജോലിക്കിടയിലും ആത്മനാ ധ്യാനം തുടരണം. ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിൽ ഇപ്രകാരം ധ്യാനനിരതമായ ജീവിതം നയിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. പ്രാർത്ഥനകൾ ചൊല്ലി നടക്കുന്നതിലും ഉപരിയായി ശക്തി ഈ ധ്യാനത്തിനുണ്ട്. സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്നതിനും നമ്മെയും തിരുസഭയെയും ലോകത്തെ മുഴുവനും ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നതിനും ഈ ധ്യാനം സഹായകമാകും. ഇപ്രകാരമുള്ള വ്യക്തിപരമായ ധ്യാനവും കൂട്ടായ പരിശ്രമങ്ങളും ഇന്നിൻ്റെ വലിയ ആവശ്യമാണ്. ഈ ബോധ്യത്തോടെ നമുക്ക് ധ്യാനിക്കാം. ഈ ധ്യാനങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ